റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് അമ്മ എന്ന് പറയുന്ന സിനിമാ താരങ്ങളുടെ ഒരു സംഘടനയ്ക്കകത്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുകയും ഓരോ ദിവസവും ഓരോരോ ആൾക്കാർ കുറ്റാരോപിതരായി ഓരോരോ നടന്മാർ കുറ്റാരോപിതരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പം ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും നമ്മളും ഓരോരുത്തരും അമ്മ സംഘടനയുടെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചു. അതായത് വാസ്തവത്തിൽ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ദിവസങ്ങളിലൊന്നും നമുക്ക് ലാലേട്ടനെ കാണാൻ സാധിച്ചില്ല. കാര്യം ഈ ഒരു ഓരോ ദിവസവും ഓരോരുത്തരുടെ കുറ്റാരോപിതരായി മാറുന്നതിനകത്ത് ലാലേട്ടൻ വളരെ അസ്വസ്ഥനായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഒഴിഞ്ഞു നിന്നത്. കാര്യം ഇപ്പോൾ കേരളത്തിൽ ഇല്ലാതെ തമിഴ്നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്ത് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം മടിച്ചിട്ടാണെങ്കിൽ ശരി, മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കാണാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പൃഥ്വിരാജ് വന്നിട്ട് മാധ്യമപ്രവർത്തകരെ കണ്ടതിന് ശേഷം അതായത് പൂർണ്ണമായിട്ടും അല്ലാതെ പരോക്ഷമായിട്ട് അമ്മ സംഘടനയുടെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞത്. അങ്ങനെ തള്ളിപ്പറഞ്ഞതിൽ ലാലേട്ടൻ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന എനിക്ക് ഒരു വെട്ടിൽ വീഴുന്നെന്ന് പറയുന്ന ഒരു അവസ്ഥയായി. കാര്യം ലാലേട്ടന് പിന്നീട് വന്ന് എന്തു പറയണം എന്നറിയാൻ വയ്യാത്ത ഒരു കൺഫ്യൂഷൻ ലാലേട്ടനെ ബാധിച്ചു. അതിനെ തുടർന്ന് ലാലേട്ടൻ ശരിക്കും പിന്നീട് ഈ വീണ്ടും മാധ്യമപ്രവർത്തകരെ കാണാൻ മടിച്ചിരിക്കുന്ന സമയത്താണ് ലാലേട്ടൻ മമ്മൂക്കയായിട്ട് ഇത്തരത്തിലുള്ളൊരു വിഷയം സംസാരിക്കുന്നത്. അപ്പം മമ്മൂക്ക ആദ്യം തന്നെ ലാലേട്ടനോട് പറഞ്ഞത്, മമ്മൂക്ക ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ദിലീപിനെ പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മമ്മൂക്കയെ എല്ലാവരും കൊണ്ടുവന്ന് ഒരു ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ, അതായത് ശരിക്കും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മാത്രം എടുക്കേണ്ടെന്ന തീരുമാനം അല്ലാതിരുന്ന സമയത്ത് പോലും മമ്മൂക്കയെ പിടിച്ചിരുത്തിയിട്ടാണ് ആ സമയത്ത് ഇപ്പോൾ പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാർ ദിലീപിനെ പുറത്താക്കുന്ന ഒരു കാര്യം ഉണ്ടാക്കിയത്. അപ്പോൾ അത്തരത്തിലുള്ള മമ്മൂക്ക ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്ക മറ്റൊരുപാട് തരത്തിലുള്ള അനുഭവങ്ങളെ നേരിട്ടതുകൊണ്ടാണ് ഇനി ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ മമ്മൂക്ക തയ്യാറല്ലെന്നുള്ള രീതിയിൽ മമ്മൂക്ക അതിനകത്തൊന്നും മാറിയത്. അപ്പോൾ മമ്മൂക്ക അത് ഇപ്പോൾ ലാലേട്ടൻ വിഷമങ്ങൾ പങ്കുവച്ച സമയത്ത് മമ്മൂക്ക അത് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. കാര്യം അത്തരത്തിലുള്ള മമ്മൂക്ക ഒഴിയാനുണ്ടായ ഒരു സാഹചര്യം. പിന്നെ മമ്മൂക്കയെ ലാലേട്ടനെ പോലുള്ള ഒരാൾ തലപ്പത്തിരിക്കുമ്പോൾ മാത്രമേ ഒരു സംഘടന നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ ആ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരട്ടെ എന്ന് മമ്മൂക്കയെ ആഗ്രഹിച്ചത്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞത്, ലാലേട്ടന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. കാര്യം ലാലേട്ടൻ പല പ്രാവശ്യം മമ്മൂക്ക എടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലാലേട്ടൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കിയ മമ്മൂക്ക ശരി ഓക്കെ എന്നാൽ പിന്നെ രാജിവെച്ചോ എന്നുള്ള രീതിയിൽ മമ്മൂക്ക ലാലേട്ടനോട് പറയുകയും അങ്ങനെ രാജിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. രാജിവെക്കാൻ തീരുമാനിച്ചപ്പം പിന്നീട് അവർ തമ്മിലുള്ള തുടർന്നുള്ള ചർച്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലാലേട്ടൻ മാത്രം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ലാലേട്ടൻ ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്നുള്ള അവസ്ഥയാവും. അപ്പോൾ അത് വേണ്ട, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവൻ, അതായത് പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഉൾപ്പെടെയുള്ള സകലമായ ആൾക്കാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും രാജിവെക്കാം എന്നുള്ള രീതിയിൽ അവർ അങ്ങനെ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും അങ്ങനെ ഒരു രാജിയിലേക്ക് വരികയും ചെയ്തു. ആ സമയത്താണ് ചില ആൾക്കാർ, അതായത് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വിനു മോഹൻ, ടൊവിനോ തോമസ്, അനന്യ, സരയു ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ രാജിവെക്കാൻ അവരുടെ വിസമ്മതം അറിയിച്ചു. അതിന് അവർക്ക് ഒരുപാട് റീസൺസ് ഉണ്ട് അവർ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും അവരത് കേൾക്കാൻ തയ്യാറായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനെ എതിർ ചോദ്യങ്ങളുമായിട്ട് ലാലേട്ടനെ നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോഴാണ് ലാലേട്ടൻ അവരോട് പറയുന്നത്, ഇത് ഞാൻ മമ്മൂക്കയായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷം, അതായത് ഇച്ചാക്കയായിട്ട് ആലോചിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ഈ എക്സിക്യൂട്ടീവിൻ്റെ കാലയളവിലാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാവുന്നത്. കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് വേണ്ട, അതായത് പ്രസിഡന്റ് മുതൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും രാജിവെച്ചിട്ട്, അതായത് ഇതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തോ അല്ലാതെയോ എങ്ങനായാലും രാജിവെച്ചിട്ട് ഒരു പുതിയ ജനറൽ ബോഡിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം. ആ ജനറൽ ബോഡി തീരുമാനിക്കട്ടെ ആരാവണം ഇനി പുതിയ ഭാരവാഹികൾ എന്നുള്ള അങ്ങനെയുള്ള രീതിയിലേക്ക് വെക്കാം എന്നുള്ള ഞങ്ങളുടെ കൂട്ടായ തീരുമാനമാണെന്ന് ലാലേട്ടൻ അവരെ അറിയിച്ചതുകൊണ്ടാണ് ഇവർ രാജിവെച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോഴും ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇന്നലെ ഞാനൊരു ന്യൂസ് ചാനലിൽ കാണുമ്പം ഇപ്പോൾ സരയുവിനെ പോലുള്ള ആൾക്കാർ ഇതുവരെ രാജിവെച്ചിട്ടില്ല എന്ന് സരയു ഏതോ ഒരു ചാനലിൽ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചു വിട്ടതായിട്ടാണ് വിവരം. ഇനിയിപ്പോൾ തുടരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഇതെന്ന് പറഞ്ഞ് 2 മാസത്തേക്ക്. അപ്പോൾ ഇതിനിടയ്ക്ക് പലരുടെയും ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്കെന്താ 506 മെമ്പേഴ്സോ മറ്റോ ആണ് അമ്മ സംഘടനയിലുള്ളത്. അതിൽ 116ഓളം പേർക്കോ മറ്റോ ആണ് കൈനീട്ടം എന്നുള്ള പേരിൽ എല്ലാ മാസവും 5000 രൂപ. പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പം അവർക്ക് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയിലെ മെമ്പേഴ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഒരു തരത്തിലും മുടക്കമില്ലാതെ നടക്കാൻ വേണ്ടി മമ്മൂക്ക ലാലേട്ടനോട് കൂടി ആലോചിച്ച ശേഷം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അതായത് ബാങ്കിൽ നിന്ന് കൃത്യമായിട്ട്
ഒന്നുകിൽ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് പോകാനുള്ള ഏർപ്പാടോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും മുടക്കം ആ കാര്യത്തിനകത്ത് ഉണ്ടാവത്തില്ല എന്ന് മമ്മൂക്കയും ലാലേട്ടനും ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും പുതിയ ജനറൽ ബോഡി വിളിക്കും, ജനറൽ ബോഡിയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരും. അതിനുള്ളിൽ ഈ കുറ്റാരോപിതർ എന്നുള്ള ആൾക്കാരെ കുറ്റകൃത്യത്തിൽ നിന്ന് അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇവരൊക്കെ തന്നെ ആരെങ്കിലുമൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുതിയൊരു ടീം വരും. ഇപ്പൊ കുഞ്ചാക്കോ ബോബന്റെയും പൃഥ്വിരാജിനെയും പോലുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ആരായാലും വരട്ടെ, സംഘടനയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കട്ടെ. താങ്ക്